Hi all, welcome back to Electrical Exam Study Hub. അപ്പോൾ നമ്മൾ KW ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ 31 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31, ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ D ഈസ്. അതായത് ഇത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ എളുപ്പമാണ്. നമ്പർ സിസ്റ്റം എന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് എന്താ, ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ഡി എന്തിനെയാണ് അല്ലേ, ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ D ഈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ, ഹെക്സാഡെസിമലിൽ 10 ആണ് അല്ലേ. എ പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താ, 11, സി 12, നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു, 13 ആണ്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ ഡി ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി 13 ആണ് ഹെക്സാഡെസിമൽ നമ്പർ ഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32, ടെർമിനൽ ഓഫ് എൻ IGBT ആർ. IGBTയുടെ ടെർമിനൽസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയുന്നതാണ് 3 ടെർമിനൽ അല്ലേ. ഏതൊക്കെയാണ്, എമിറ്റർ, കളക്ടർ, ഗേറ്റ് ആണ് നമ്മുടെ IGBTയുടെ ടെർമിനൽ. അപ്പോൾ സിംബോളിക് റെപ്രസെൻറ്റേഷനൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. പിന്നെ ഓരോ, അതായത് BJT, IGBT, ജെഫെറ്റ്, അതുപോലെ JFET, അതിൻ്റെയൊക്കെ ടെർമിനൽസും റെപ്രസെൻറ്റേഷൻസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ടെർമിനൽസ് ഓഫ് IGBT ഏതൊക്കെയാണ്, എമിറ്റർ, കളക്ടർ, ഗേറ്റ് ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33, ദ കപ്പാസിറ്റി ഓഫ് എ ട്രാൻസ്ഫോമർ ആർ റേറ്റഡ് ബൈ ഈസ്. കപ്പാസിറ്റി, അതായത് ട്രാൻസ്ഫോമർ ഏതിലാണ് റേറ്റ് ചെയ്യുന്നതെന്നാണ്, റേറ്റഡ്. അപ്പോൾ നോക്കിയേ, തന്നിട്ടുള്ള നോക്കിയേ, ട്രൂ പവർ, ആക്ച്വൽ പവർ, അപ്പാരൻറ്റ് പവർ, റിയാക്റ്റീവ് പവർ എന്നാണ് തന്നിട്ടുള്ളത്. സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ എങ്ങനെയാണ്, KVA റേറ്റിംഗ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. KVA, അതായത് ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, ആൾട്ടർനേറ്റർ ആയിക്കോട്ടെ, അതൊക്കെ എന്തിലാണ്, KVAയിലാണ് റേറ്റിംഗ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ KVA റേറ്റിംഗിൽ വരുന്നത് ഏതാണ്, നമ്മളുടെ അപ്പാരൻറ്റ് പവറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34, വിച്ച് സർക്യൂട്ട് ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് ഡയസ്ഡ് ഫ്യൂസസ് ആർ യൂസ്ഡ്. അതായത് ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് ഡയസ്ഡ് ഫ്യൂസസ് ഏത് സർക്യൂട്ടിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതിലാണ്, ഹീറ്റിംഗ് സർക്യൂട്ട്സിലാണ് ഉപയോഗിക്കുക കേട്ടോ. ഹീറ്റിംഗ് സർക്യൂട്ട്സിലാണത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35, ഹൗ മെനി നമ്പർ ഓഫ് ബ്രഷസ് ആർ യൂസ്ഡ് ഇൻ വേവ് വൗണ്ട് DC ഷണ്ട് ജനറേറ്റർ. അപ്പോൾ നമ്മൾ DC മെഷീൻസ് പഠിക്കുമ്പോൾ ലാപ്പ് വൗണ്ട്, അതുപോലെ വേവ് വൗണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേവ് വൗണ്ട് DC ഷണ്ട് ജനറേറ്ററിൽ എത്ര, ഹൗ മെനി നമ്പർ ഓഫ് ബ്രഷസ് ആർ യൂസ്ഡ്. അപ്പോൾ എത്ര ബ്രഷസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, 2 ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36, എ JFET ഈസ് എ ഡാഷ് ഡ്രൈവൺ ഡിവൈസ്. JFET എന്ന് പറയുന്നത് എന്ത് ഡ്രൈവൺ ഡിവൈസ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. JFET ഈസ് എ ഡാഷ് ഡ്രൈവൺ ഡിവൈസ്. അതെന്താണ്, വോൾട്ടേജ് ഡ്രൈവൺ ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, കറണ്ട് എന്താണ്. കറണ്ട് ഡ്രൈവൺ ഡിവൈസ് ആയിട്ട് പറയുന്നത് BJTനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ഡ്രൈവൺ ഡിവൈസ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കോളൂ. JFET ഒരുപാട് തവണ, 1, 2 അതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അത് നോട്ട് ചെയ്യുക കേട്ടോ. JFET എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വോൾട്ടേജ് ഡ്രൈവൺ ഡിവൈസ് ആണ്. BJT ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്, കറണ്ട് ഡ്രൈവൺ ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 37, ദ റാഡിക്സ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം, അതായത് ബേസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, റാഡിക്സ് അല്ലെങ്കിൽ എന്താണ്, ബേസ് ഓഫ് എ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൈനറി, അതുപോലെ ഡെസിമൽ, ഹെക്സാഡെസിമൽ, അതിനൊക്കെ അതിൻ്റേതായ റാഡിക്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ റാഡിക്സ് എന്ന് പറയുന്നത് ഏതാണ്, റാഡിക്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ബേസ് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട, റാഡിക്സും ബേസും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ എന്താണ്, അതായത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ ബൈനറി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2 ആണ് അല്ലേ. ഹെക്സാഡെസിമൽ ആണെങ്കിൽ അത് 60 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒക്ടൽ, ഹെക്സാഡെസിമൽ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ഇത് വന്നിട്ട് എന്താണ്, ബൈനറി ആണ് കേട്ടോ. BI ഞാൻ കൊടുക്കുന്നുണ്ട്, ബൈനറിയുടെ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഡെസിമലിൻ്റെ ആണ്. അപ്പോൾ അത് ഏതാണ് കറക്റ്റ് ആൻസർ, 10 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ റാഡിക്സ് എന്ന് പറയുന്നത്.
Okay, next question number 38. As per BAS, the shunt field winding terminal of a DC machine is marked as. അതായത് നമ്മളുടെ DC മെഷീൻ്റെ ഷണ്ട് ഫീൽഡ് ടെർമിനൽസ് ഇല്ലേ, അതിൻ്റെ BAS പ്രകാരം അതിൻ്റെ ടെർമിനൽ മാർക്ക് ചെയ്യുന്നത് ഏത് ലെറ്ററിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് E1 E2 എന്ന ലെറ്ററിലാണ് അത് മാർക്ക് ചെയ്യുക കേട്ടോ. മനസ്സിലാക്കുക, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് മാർക്ക് ചെയ്യുന്നത്, ഒരു DC മെഷീൻസിൻ്റെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് മാർക്ക് ചെയ്യുന്നത് E1 ആൻഡ് E2 എന്നതിലാണ്. അതേസമയം അതൊരു സീരീസ് ഫീൽഡ് ആണെങ്കിൽ നോട്ട് ചെയ്യുക, സീരീസ് ആണെങ്കിൽ അറിഞ്ഞിരിക്കുക, സീരീസ് ഫീൽഡാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെങ്കിൽ, സീരീസ് ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് D1 D2ലാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സീരീസ് ഫീൽഡ് ആണെങ്കിൽ അത് D1 ആൻഡ് D2ലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷണ്ട് ഫീൽഡ് ആണെങ്കിൽ അതെന്താ E1 E2ലാണ് represent ചെയ്യാം. Next question number 39. The V curve of a synchronous motor is the relation between. V curve വരയ്ക്കാറില്ലേ നമ്മൾ സിങ്ക്രണസ് മോട്ടറിൽ? അത് എന്തിൻ്റെ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്? ആർമേച്ചർ കറണ്ടിൻ്റെയും ഫീൽഡ് കറണ്ടിൻ്റെയും റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മളത് വരയ്ക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കിയേ, ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അതായത് ആർമേച്ചർ കറണ്ട് റോട്ടർ ഫീൽഡ് കറണ്ടിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ വി കർവിൻ്റെ റിലേഷൻഷിപ്പ് ഡ്രോ ചെയ്യുന്നത്. Next question number 40. Which transformer does not step up or step down the voltage? Voltage നമ്മൾ ട്രാൻസ്ഫോമറിൽ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഏത് ട്രാൻസ്ഫോമർ ആണ് ഡസ് നോട്ട് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഓപ്ഷനിലൊന്ന് നോക്കിയേ, ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടോ? അല്ല, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. പവർ ട്രാൻസ്ഫോമറും ചെയ്യും, കറണ്ട് ട്രാൻസ്ഫോമറും CT ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ്, ഐസൊലേറ്റഡ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യില്ല? സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒന്നും ചെയ്യില്ല. അതായത് 1:1 ട്രാൻസ്ഫോമർ വരുന്ന ആ ഒരു രീതിയിലാണ് അത് പറയപ്പെടുന്നത്. സോ ഏത് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ടേജിന് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാത്തത്? ഏത് ട്രാൻസ്ഫോമർ ആണ്? അത് നമ്മളുടെ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. ബൈനറി വാല്യൂ ഓഫ് 0101 ഈസ് ഇക്വലന്റ് ടു ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാനാണ്. അപ്പോൾ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇങ്ങനെയാണ് ബൈനറി വാല്യൂ തന്നിട്ടുണ്ട്, ബൈനറി വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0101 എന്നാണ് ബൈനറി വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനെ നമുക്ക് എന്താണ് ഡെസിമൽ ഇക്വലൻറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്തൂടെ, അതായത് 8421 ടെക്നിക്ക് യൂസ് ചെയ്തൂടെ. അതായത് 0101 നമ്മളെന്താ 8421 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4 + 1 1 സ്ക്വയർ. അപ്പോൾ എന്താ വരുന്നത് ഇവിടെ? 5 എന്ന് വരും. 4 + 1 5 ആണ് കിട്ടുന്നത് അല്ലേ. ഇത് 0 ആയിപ്പോയി, ഇതും 0 ആയിപ്പോയി, പിന്നെ ഇതും 0 ആയിപ്പോയി, ഇതും 0 ആയിപ്പോയി, പിന്നെ ആകെ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ 5 ആണ് കിട്ടുന്നത്. അപ്പോൾ ബൈനറി വാല്യൂ ഓഫ് 0101 ഈസ് ഈക്വൽ ടു ദ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ് ബൈനറി വാല്യൂ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. SCR ഹാസ് ഡാഷ് സെമി കണ്ടക്ടർ ലെയർ. വീണ്ടും SCR അതായത് സെമി കണ്ടക്ടർ അല്ലേ, അങ്ങനെയുള്ള അതായത് പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അപ്പോൾ SCR ഹാസ് ഡാഷ് സെമി കണ്ടക്ടർ ലെയർ. എത്ര ലെയേഴ്സ് ഉണ്ട്? അതായത് 3 ടെർമിനൽ 4 ലെയർ ആണ് നമ്മളുടെ SCR അല്ലേ. അപ്പോൾ എന്താണ്, എത്ര സെമി കണ്ടക്ടർ ലെയേഴ്സ് ഉണ്ട്? 4 സെമി കണ്ടക്ടർ ലെയേഴ്സ് ആണ് SCRന് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. അതായത് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെന്തിന് ഈക്വൽ ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസിൻ്റെ 2 ഇരട്ടി, അതായത് 2f ഇൻപുട്ട് ആയിരിക്കും എന്നാണ് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ റിപ്പൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കുക. അതായത് റിപ്പൽ ഫ്രീക്വൻസി ഓഫ് എന്താണ്, റിപ്പൽ ഫ്രീക്വൻസി ഓഫ് ഹാഫ് വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹാഫ് വേവ് ആണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക, ഹാഫ് വേവ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് f ആയിരിക്കും കേട്ടോ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലേ. അപ്പോൾ എന്താണ് റിപ്പൽ ഫ്രീക്വൻസി ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് 2f ഇൻപുട്ട് ആണെങ്കിൽ റിപ്പൽ ഫ്രീക്വൻസി ഓഫ് ഹാഫ് വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ അത് f ആണ് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ക്ലിയർ ആയില്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എബോവ് നോർമൽ സ്പീഡ് ഇൻ DC സീരീസ് മോട്ടോർ? ഒരു DC സീരീസ് മോട്ടറിൽ ഏത് സ്പീഡ് കൺട്രോൾ മെത്തേഡാണ് എബോവ് നോർമൽ സ്പീഡ് എന്നാണ് ചോദിച്ചുള്ളത്. വിത്ത് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഈസ് ഒബ്റ്റെയിൻ എബോവ് നോർമൽ സ്പീഡ് ഇൻ DC സീരീസ് മോട്ടർ. സീരീസ് മോട്ടറാണ്. അപ്പോൾ നോട്ട് ചെയ്യുക, അത് ഏതാണ്? നമ്മളുടെ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡാണ്. ഏതാണ്? ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ്. നെക്സ്റ്റ് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് വൺ ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് പഠിച്ചിട്ടില്ലേ? ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? നാൻഡും നോറും ആണ് നമ്മളുടെ യൂണിവേഴ്സൽ ഗേറ്റ്. അത് വെച്ച് നമുക്ക് വേറെ ഗേറ്റ് ഒക്കെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിൽ താഴെ നല്ല ഓപ്ഷനിൽ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നാൻഡും നോറും ആണ്. അപ്പോൾ ഓപ്ഷനിൽ ഇപ്പോൾ നാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ നാൻഡ് ചൂസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, നോർ ഗേറ്റ് ആണ് നമ്മളുടെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എളുപ്പമുള്ളതാണ്. UGT കണ്ടെയ്ൻസ് ഡാഷ് PN ജംഗ്ഷൻ, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലേ? പേര് തന്നെയല്ലേ? അപ്പോൾ എത്ര PN ജംഗ്ഷൻസ് ഉണ്ടാവും? യൂണി ജംഗ്ഷൻ. ഒറ്റ ജംഗ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര ജംഗ്ഷൻസ് ആണ്? UGT ഹാസ് എത്ര ജംഗ്ഷൻ ആണുള്ളത്? ഓൺലി 1 ജംഗ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയതിൽ കുറേ പവർ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ നമ്മളുടെ നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ബേസിക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് ഏറ്റവും ബേസ് എന്നാണ് അതൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റം നോക്കുമ്പോൾ നമ്പർ സിസ്റ്റംസ് ഒക്കെ നന്നായി പഠിക്കുക. അതായത് ബൈനറി നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ, ഡെസിമൽ കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ അതിൻ്റെ റാഡിക്സും അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതല്ലേ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് പോലുള്ള കാര്യങ്ങൾ. ബൈനറിക്ക് എങ്ങനെയാണ്, ഹെക്സാഡെസിമലിന് എങ്ങനെയാണ്, അങ്ങനെ എല്ലാം നോക്കുക. കാരണം നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേയും കാട്ടി ഏറ്റവും ബേസ് എന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ എളുപ്പമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയും ബേസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതുപോലെ പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഓരോന്നും, അതായത് SCR, BJT, ഡയാക്ക്, ട്രയാക്ക് പോലുള്ള എല്ലാത്തിൻ്റെയും സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ടെർമിനൽസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി ഗോ ത്രൂ ചെയ്യുക. നന്നായി വരച്ച് എഴുതി തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്കതൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.